അനീഷിന് ഷാനവാസിന്റെ ഗെയിം എന്താണെന്ന് മനസ്സിലായി. ഷാനവാസിന്റെ ഗെയിം ഇതാ പൊട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് അനീഷ്. ഷാനവാസിന്റെ ഗെയിം എന്താണെന്ന് കൃത്യമായിട്ട് അനീഷ് മനസ്സിലാക്കി അത് പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വീക്കിലി ടാസ്ക് പല രൂപത്തിലാണ് വരുന്നത്. ഒരു ഡെയിലി ടാസ്ക് വൈബ് തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമുള്ള, പക്ഷെ എന്ത് ചെയ്യാനാ, പ്രേക്ഷകർ അതിനുള്ള കണ്ടസ്റ്റൻസുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. എന്താണ് എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷെയർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമ്മിയാണ്. ബിഗ് ബോസ് സീരീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ സെൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അനീഷും ഷാനവാസിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് കട്ടാവുകയാണ്. അനീഷിന് മനസ്സിലായി ഷാനവാസിന്റെ ഗെയിം എന്താണെന്നും അത് അനീഷ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ആ ഗെയിം പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് ഷാനവാസിന്റെ. എന്നുവെച്ചാൽ നിങ്ങൾ എപ്പിസോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങളിവിടെ മേൽ ഷോവനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ അനീഷ് തുറന്നടിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനീഷിന്റെ ഒരു വെച്ചാല് ഷാനവാസിന്റെ ഗെയിം ഇന്ന് പൊളിച്ചു കൊടുത്തു എന്നതാണ് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ. ഷാനവാസിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പിന്നെ വീക്കിലി ടാസ്ക് വരെയാണ്. മറ്റേ ബോളുകൾ എറിയും, മേളിൽ ബോളുകൾ എറിയും, അത് ക്യാച്ച് ചെയ്യുക. റെഡും യെല്ലോ ബോളും ഉണ്ടാവും. അതിനും വ്യത്യസ്ത പോയിന്റുകളാണെന്ന് തോന്നുന്നു. റെഡിന് എത്ര പോയിന്റും യെല്ലോയ്ക്ക് ഒരു പോയിന്റും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഒട്ടുമിക്ക ആൾക്കാർ കിട്ടുന്നു. അങ്ങനെ ആര്യന് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റു സീസണിലൊക്കെ ആണെങ്കിലും അപ്പുറത്തെ ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇടുകയൊക്കെ ചെയ്യും. ഇവരതൊന്നും ചെയ്യുന്നില്ല, അവർക്ക് കിട്ടിയത് മാത്രം അവർ കൂട്ടി വെക്കുന്നത്. അങ്ങനൊന്നും ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. സെക്കൻഡ് റൗണ്ട് വരെയാണ്. സെക്കൻഡ് റൗണ്ടില് ഒരു ബ്ലാക്ക് ബോൾ കൂടെ വരും. അത് ആരുടെ കയ്യിലാണോ അവർക്ക് തീരുമാനിക്കാം ഈ ഗെയിം റദ്ദാക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് 3 ഘട്ടങ്ങളുണ്ട്. രണ്ടാമത്തെ റൗണ്ട് തന്നെ 3 ഘട്ടമുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ ആര്യന് കിട്ടുന്നു. ആര്യന് ബോള് കിട്ടുന്നു. ആര്യനാണെങ്കിൽ ആര്യനല്ല, അക്ബറിന് കിട്ടുന്നു. അക്ബർ എല്ലാവരുടെയും, അക്ബറിനല്ല ഷാനവാസിന് കിട്ടുന്നു. ഷാനവാസിന് കിട്ടിയതിനു ശേഷം എല്ലാവരുടെയും ഗെയിം റദ്ദാക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് റദ്ദാക്കിയത് കൊണ്ട് തന്നെ ഒരു റൗണ്ട് കളിക്കും എന്ന് പറയുന്നു. അങ്ങനെ അക്ബറിന് കിട്ടുന്നു. അക്ബറും ഓഫ് കോഴ്സ് റദ്ദാക്കുന്നുണ്ട്. അക്ബർ അല്ല, ആര്യന് കിട്ടുന്നു. ആര്യൻ റദ്ദാക്കുന്നുണ്ട്. തേർഡ് റൗണ്ടില് അക്ബർ വരുന്നു. അക്ബറിന്റെ കൈ കിട്ടുന്നു, ആദിലേന്റെ കയ്യിൽ കിട്ടുന്നു. കാരണം ഇത്തവണ 2 ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദിലയുടെ തീരുമാനം തന്നെയായിരുന്നു വേണ്ട, റദ്ദാക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് സുഖമായിട്ട് കഴിഞ്ഞു. ഇതേപോലെ തന്നെ തേർഡ് റൗണ്ട് ഇതേപോലെ തന്നെ പോകുന്നു. ഒരു വലിയ കണ്ടന്റ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അതില് ബോൾ എടുക്കുക, പക്ഷെ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കുമായിരുന്നു. അവരുടെ ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കുക, അങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. കാരണം വേറെ എനിക്ക് തോന്നുന്നു, ഞാൻ കാര്യം പറയാം, 10 പേരുള്ളൂ. ഈ 10 പേര് വെച്ചുള്ളതുകൊണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു 15 പേരെങ്കിലും മിനിമം ഉണ്ടായിരുന്നു ഒരു കണ്ടന്റ് ഒക്കെ അവിടെ വന്നേനെ. കാരണം കുറെ ആൾക്കാരുണ്ട്, ഭയങ്കര ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ കണ്ടന്റ്. പക്ഷെ ഈ ഒരു ടൈമിൽ ഫിസിക്കൽ ടാസ്ക് വന്നുകൊണ്ട് ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ അനുമോളും നെവിനും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. നെവിൻ ആർട്ടിഫിഷ്യൽ കുളിസ്ത്രീ എന്ന് പറഞ്ഞു. പക്ഷെ അനുമോള് പറയാണ്, നീ ഇനി അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള അപ്പൂപ്പനെ അമ്മേനെ വിളിക്കും എന്ന് പറയുന്നു. നെവിൻ വിളിക്കുന്നുണ്ട്. വീട്ടിലുള്ള അപ്പൂപ്പനെ പോയി അമ്മമ്മയും പോയി വിളിക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. കാരണം ഷാനവാസിന് അച്ഛനെ വിളിക്കുന്നത് തെറ്റാണെങ്കിലും ഇതും അതേപോലൊക്കെ തന്നെയാണ്. അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ലാലേട്ടൻ പുറത്താക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനാണെങ്കിൽ വളച്ചൊടിക്കും. ഇപ്പൊ ലാലേട്ടൻ ഒന്ന് പറഞ്ഞാലും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആര്യനും വളച്ചൊടിക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് അനുമോളും നെവിനും തമ്മിൽ. ഇതിന്റെ തെറ്റ് അനുമോള് തന്നെയാണ്. നെവിന്റെ ഭാഗത്ത് തെറ്റില്ല. കാരണം അതൊരു മോശപ്പെട്ട വാക്കല്ല, മോശപ്പെട്ട ഒരു തെറിയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. പിന്നെ ഒരു ഡെയിലി ടാസ്ക് കൊടുക്കുകയാണ്. നമ്മൾ സീസൺ 5 കണ്ടതുപോലെ തന്നെ ഒരു ഡെയിലി ടാസ്ക് ആണ്. ഒരു മാജിക് പാനീയം കുടിക്കും. അത് കുടിച്ചിട്ട് അവരുടെ പവർ എന്താണെന്ന് കണ്ടുപിടിക്കണം. വീട്ടുകാരെല്ലാവരും അത് അറിയാം, പക്ഷെ കുടിക്കുന്ന ആളത് കണ്ടുപിടിക്കും. ഇതാണ് സംഭവം. വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെ എപ്പിസോഡ് കണ്ടന്റ് ക്ഷാമമാണ് ശരിക്കും പറഞ്ഞാല്.
നാളത്തെ ടാസ്ക് അറിയാനാണ് ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ കണ്ടന്റ് ക്ഷാമമായിരിക്കോ നമുക്ക് നോക്കാം. നല്ല ഫിസിക്കൽ ടാസ്ക്, കുറച്ചുകൂടി കട്ടിയുള്ള ടാസ്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.